ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിനെ പറയുന്നത് നിതാ സതീശ് എന്ന് പറഞ്ഞവർ ഞാൻ ഇതുവരെ ഞാൻ എവിടെ വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കും. ഞാൻ ഇതുവരെ വന്നിട്ട് ഇതിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങൾ എനിക്കില്ല. ഓക്കെ, ഞാൻ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി. എല്ലാവർക്കും നമസ്കാരം. അവസാനം കുഞ്ചൂസും പൊന്നൂസും കിഞ്ചൂസും കുഞ്ഞൂസും ഒക്കെ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, മല്ലു ഫാമിലി. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഇവരിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് റീച്ചിന് വേണ്ടിയിട്ട് കളിക്കുന്ന നല്ല ഒന്നാം തരം നാടകമാണ്. പണ്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കിയ ഒരു മരവാഴയാണ് ഈ സുജിൻ എന്ന് പറയുന്നത്. ഇവനെ പോലുള്ള ഒരു ഭർത്താവിന് ഒരിക്കലും ഒരു പെണ്ണിനും കിട്ടാതിരിക്കട്ടെ. കാരണം സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ് തന്നേലും അടിച്ചിറക്കി വീഡിയോ ചെയ്ത ഒരു മഹത്തായ വ്യക്തിയാണ് സുജിൻ. ഈ സ്വന്തം പല്ലിന്റെ ഇടയെ കുത്തി നാറ്റിക്കുന്ന പരിപാടി ചിലവർ കാണിക്കത്തില്ലേ, അത് തന്നെയാണ് ഇപ്പോഴും കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ അവരെല്ലാരും ഒന്നിച്ചിരിക്കുകയാണ് വീണ്ടും സുഹൃത്തുക്കളെ. ഞാൻ 2 ദിവസമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ എന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പൊ വീണ്ടും അവർ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെയധികം സന്തോഷം. ഇങ്ങനെ ആയിരിക്കണം കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്നായ സ്ഥിതിക്ക് ഇപ്പൊ നമ്മളാണ് ഗ്രൗണ്ടിന് പുറത്തായത്. നല്ല കാര്യം. പ്രേക്ഷകർ, അതായത് ഇവരൊന്നിക്കണം എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്. സംഭവം വേറെ ഒന്നുമല്ല. അയ്യോ, അങ്ങനെ ഒരു കുടുംബം വേർപിരിഞ്ഞു പോകുന്ന ആരും ആഗ്രഹിക്കുന്നില്ല കാണാൻ. അതിപ്പോ ഞാനായാലും അത് തന്നെ പറയത്തുള്ളൂ. പക്ഷേ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും സ്വന്തം കുടുംബത്തിന്റെ നിലയും വിലയും കളഞ്ഞുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന വെറും ഷൊട്ടകളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു കഴുപ്പണം കെട്ട പരിപാടി ആരും കാണിക്കാതിരിക്കുക. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അധികം എന്ന് പറയുമ്പോൾ കുറച്ചൊന്നും അല്ല. എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് വീഡിയോ കാണുക. കാരണം ഇവന്റെയൊക്കെ ഇരട്ടത്താപ്പുകൾ, ഇവനൊക്കെ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതും നിങ്ങൾ അറിയണം. സ്വന്തം കുടുംബത്തിന്റെ നിലയും വിലയും വരെ എടുത്ത് വിറ്റുകൊണ്ട് കാശാക്കുന്ന കുറെ തീട്ടങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ. നാളെ കുടുംബത്തിൽ കുട്ടികളടക്കം വളർന്നു വരുന്നുണ്ട്. അവർ സ്കൂളുകളിൽ പോകുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. പ്രത്യേകിച്ച് ലാസ്റ്റ് ആയിട്ട് സുജിൻ ഇട്ടിട്ടുള്ള വീഡിയോ ഏതാണ്ട് 3,80,000 എങ്ങോട്ടാ പോയിട്ടുണ്ടായിരുന്നു. അതിലവൻ പറയുന്നത് എന്താ, ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ ശരിയാവൂല, ഞാൻ സത്യമൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ അവന്റെ ഭാര്യയാണ് അവൻ സമൂഹത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതായത് അവന്റെ ഭാര്യയാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ അവൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ പൊന്നൂസിനെ. ഇപ്പൊ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. കണ്ടപ്പം തന്നെ പുച്ഛമാണ് നിന്റെ അടുത്തൊക്കെ തോന്നിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും കാണാം. കുഞ്ചൂസ് ആൻഡ് നിത എന്ന് പറയുമ്പോൾ ഈ പൊന്നൂസ് അവന്റെ ഭാര്യ. അപ്പൊ ഇവന്റെ സഹോദരി, സുജിന്റെ സഹോദരിയും പൊന്നൂസും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് അറ്റ്ലാസ്റ്റ് പ്രോബ്ലം സോൾവ്ഡ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാണിച്ചു ഇതാ കിടക്കുന്നത്. അറ്റ്ലാസ്റ്റ് പ്രോബ്ലം സോൾവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, പുച്ഛമാണ് നിങ്ങളുടെ അടുത്ത് തോന്നുന്നത്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരെ കാണിച്ച് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളുടെ വേർപിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ കത്തിച്ച് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും കൊണ്ടുപോയി, നല്ല എമൗണ്ടും അടിച്ചുകൊണ്ട് പോയി. ഇതിന്റെ ഇടയിൽ വിഡ്ഢികളായതാരാ? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടേഴ്സ്. അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവര് ലക്ഷങ്ങൾ അടിച്ചുകൊണ്ട് അങ്ങ് പോയി നൈസായിട്ട്. അവസാനം മൂഞ്ചിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇവരെയൊക്കെ ആത്മാർത്ഥമായിട്ട് അന്ധമായിട്ട് സ്നേഹിക്കുന്ന, അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന കുറെ ഫോളോവേഴ്സ് ഉണ്ട്. അവരൊക്കെയാണ് വിഡ്ഢികളായിട്ടുള്ളത്. അവരെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ടാണ് ഇവർ ഇത്തരം കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മളെ പോലുള്ളവന്മാർ ഇതെല്ലാം ചകഞ്ഞെടുത്ത് വലിച്ചേറി ചവരി ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങ് പോകും. ഇതാണ് അതിന്റെ മറ്റൊരു വാസ്തവം. എന്തായാലും കൊള്ളാം കൂട്ടാ. കുടുംബത്തോടെ നിങ്ങൾ ഒന്നിച്ച സ്ഥിതിക്ക് ഇപ്പൊ നമ്മളാണ് വില്ലന്മാരായത്. കൊള്ളാം, നല്ലതാ. ഇനി നിതയും ഈ പറയുന്ന സുജിനും ഈ പറയുന്ന കുഞ്ചൂസും എല്ലാരും കൂടി കൊളാബ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വായിച്ച് കേൾപ്പിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അടിപൊളിയാണ്. അതിപ്പം പൊന്നൂസ് ആയാലും പങ്കുവച്ചിരുന്ന അടിപൊളിയായിരുന്നു. ഞാൻ വേർപിരിയുകയാണ്, ഞങ്ങൾ വേർപിരിയുകയാണ്, ഇതാ ഡിവോഴ്സിന്റെ വക്കിലാണ്, ഇതാ തുമ്പത്താണ്, ഇതാ തെറിച്ചെന്നുള്ള രീതിയിലായിരുന്നു ഓരോ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ ആര് വിട്ടികളായി? നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വിട്ടികളായി. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം ഉടായിപ്പാണെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഓക്കെ, ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ നിന്റെയൊക്കെ കുടുംബകാര്യം അറിഞ്ഞിട്ടല്ലേ നമുക്ക് ആശങ്കയും നിരാശയും. നീയൊക്കെ വെറും ഉടായ്പ പരിപാടികളാണ് കാണിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ കളിച്ചത്. അതുകൊണ്ട് നമുക്കറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഒന്നിക്കും, വീണ്ടും ഒരു പോസ്റ്റ് ഇടും. അപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് അയ്യോ നിങ്ങൾ ഒന്നിച്ചോ, ഞങ്ങൾ കാത്തിരുന്ന നിമിഷം, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന മൊമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങ് കോർക്കും എല്ലാം കൂടി. കൊള്ളാം. കുടുംബാംഗങ്ങളും ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു നിങ്ങൾക്കിടയിലെ പ്രശ്നം? അതൊന്ന് പറയാവോ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുടുംബത്തിന്റെ അകത്ത് പ്രശ്നമുണ്ടെന്ന് വരെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ ഉണ്ടാക്കിയ കണ്ടന്റിന്റെ ഇടയിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതും കൂടി ഒന്ന് പറ.
ഇനി അവൻ പണ്ട് തമ്മിലിട്ടോലെ അവീതമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, ഉറപ്പായിട്ട് നിങ്ങൾ അതും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി ഒന്ന് പറയടേ, എന്തിനായിരുന്നടേ പ്രശ്നം? അയ്യോ, കുടുംബാംഗങ്ങൾ ഇടപെട്ടതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന്. അങ്ങനെ പരിഹരിച്ചെങ്കിൽ ഇത്രയും പരിഹരിക്കാൻ പറ്റിയ പ്രശ്നം എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞ ഉടായ്പാണ്. അതായത് നാട്ടുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങൾ ഇതാ വേർപിരിയാൻ പോവാണ്, വക്കിലാണ്, നമ്മൾ ഇനി എത്രയൊക്കെ ആലോചിച്ചിട്ടും ഒന്നിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശങ്കയിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇവരെ സബ്സ്ക്രൈബേഴ്സിനെ ഇവർ പറ്റിച്ച്. അതിന് ഇപ്പൊ വന്നിട്ട് പോസ്റ്റ് ഇടായിരുന്നു നമ്മൾ കുടുംബങ്ങളെല്ലാം കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ സോൾവ് ആയിരുന്നു. അയ്യോ അയ്യോ, ഭയങ്കര കടുത്ത തീരുമാനം എടുത്തെന്നൊക്കെയാണ് അന്ന് പൊന്നൂസ് പോസ്റ്റ് ഇട്ടിരുന്നത്. ഇനി എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല, ഞാൻ കടുത്ത തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഉളുപ്പുണ്ടോ? കുടുംബാംഗങ്ങളുടെ ഇടപെടൽ അത് വായിച്ചല്ലേ, ഇനി എന്തിനും. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല കാര്യം. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇത് വെറും കണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂവിനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് റവന്യൂ. ഇതിൽ സുജിൻ വീഡിയോസ് ഇട്ട് നല്ലപോലെ ലക്ഷങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് പോയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ വിഡ്ഢികളായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ ഈ സംഭവം അങ്ങനെയൊന്നുമല്ല. അന്നത്തെ മാനസിക അവസ്ഥയിലും എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണ് ഇത്. എന്നാൽ ഇത് അങ്ങനെയല്ല, വ്യക്തിപരമായിട്ട് എടുത്ത തീരുമാനമാണ് മാനസികാവസ്ഥയിൽ എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഒരു പോസ്റ്റില് പൊന്നൂസ് എഴുതിയ ഇപ്പൊ ലാസ്റ്റ് വായിച്ചില്ലേ ഘട്ടം, ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇതും വെറും കണ്ടന്റ്. അതായത് മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് മുൻപൊരു കണ്ടന്റ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ മുൻപുണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് കണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂടോടുള്ള ശ്രമമാണെന്ന സംശയം. അതായത് മുൻപുണ്ടാക്കിയ കണ്ടന്റ് റവന്യൂവിനും ഈ പറയുന്ന പൈസയ്ക്കും വേണ്ടിയിട്ടാണെന്നുള്ളത് പോലെയുള്ള സംശയം ഇപ്പോഴും വേണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. അതിനർത്ഥം മുൻപുണ്ടാക്കിയ കണ്ടന്റ് ഇവർ റവന്യൂവിന് വേണ്ടിയിട്ടാണെന്ന് ഇവിടെ സമ്മതിക്കുകയല്ലേ ചെയ്തത്, അല്ലെ? സമ്മതിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത് വീണ്ടും കുറെ നാൾ കഴിഞ്ഞ് അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറയും ഇതിന് തൊട്ട് മുന്നേറ്റ കണ്ടന്റ് പൈസ ഉണ്ടാക്കാൻ ചെയ്തതുപോലെ അല്ല ഇത് എന്ന് അടുത്ത് വീണ്ടും പറയും. ഇതിന്റെ ഇടയിൽ വിട്ടുകളാവുന്ന നിങ്ങൾ പ്രേക്ഷകരാണ്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ്. പക്ഷെ ഈ സംഭവം അങ്ങനെയൊന്നുമല്ല. അന്നത്തെ മാനസികാവസ്ഥയിൽ എടുത്ത വ്യക്തിപരമായ തീരുമാനങ്ങളാണത്. നല്ല മാനസികാവസ്ഥ, നല്ല വ്യക്തിപരമായിട്ടുള്ള തീരുമാനം, അടിപൊളി. ഇനി അടുത്ത് ഇതിന്റെ ബാക്കി വായിക്കാം. സ്വകാര്യ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ പങ്കുവച്ചത് പലർക്കും തെറ്റായ സന്ദേശം നൽകാൻ ഇടയായിരിക്കാം. അയ്യോ, പൈസ കിട്ടിയല്ല, എല്ലാവരും പോസ്റ്റ് ചെയ്തതും റീച്ച് ഉണ്ടാക്കിയും ചാനലിന് വീണ്ടും ബൂസ്റ്റപ്പ് കിട്ടിയും പൈസ ഉണ്ടാക്കിയല്ലോ. ഇനി അവിടെ 2-3 അങ്ങോട്ട് വീണ്ടും വിടും. ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വീണ്ടും ഫാമിലി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് നടക്കാൻ പോകുന്നത്. വീണ്ടും ഒരു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വീണ്ടും കാണിച്ച്, വീണ്ടും പ്രാങ്കും അതും ഇതും കാണിച്ച്, വീണ്ടും ഇവരെ കുടുംബം അങ്ങോട്ട് ഒന്നിച്ച് ഉള്ള സെറ്റപ്പ് ഇവർ കാണിക്കും. ചാനൽ ഡൗൺ ആയി കിടന്ന് റീച്ചിന് വേണ്ടിയിട്ട് വീണ്ടും കാണിച്ച ഒരു ബേക്കൂത്താണ്. ഇനിയിപ്പോ നൈസായിട്ട് ചാനൽ വീണ്ടും അപ്പ് ചെയ്ത് കൊണ്ടുവരും. അത്രയേ ഉള്ളൂ. അതിനാൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു. ഓംബ്ര, ഇനി മുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. പിന്നെ ഇതുവരെ ഞങ്ങൾ പിന്തുണച്ചും വിശ്വസിച്ചും കൂടെയുണ്ടായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മുന്നോട്ട് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6 മിനിറ്റിൽ 542 ലൈക്ക്. ആരടാ ഈ മൊണ്ണകള്? ഇത്രയും വിവരവും ബോധവും പൊക്കണോ ഇല്ലാത്ത ടീമുകൾ. സത്യം പറയാം, പുച്ഛമാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും പുച്ഛം, ഇതൊക്കെ ഇത്രയും ഉടായ്പകൾ കാണിച്ചിട്ടും വീണ്ടും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അയ്യോ ഏട്ടാ ഒന്നിച്ചല്ലോ നിങ്ങൾ, അത് മതി, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴാണ് സമാധാനമായെന്ന് പറയുന്ന കുറെ ഷൊട്ടകളുണ്ട്. അതിനെയൊക്കെ എനിക്കൊന്നും പറയാനില്ല കേട്ടോ, സീരിയസ്ലി. ഈ പോസ്റ്റ് ഇതൊക്കെ നിത, സുജിൻ, കുഞ്ഞൂസ്, അതായത് ഈ പറയുന്ന സുജിനുണ്ട്, നിത അവന്റെ ഭാര്യ പൊന്നൂസ് ഉണ്ട്, മറ്റേ കുഞ്ചൂസ്, ഇവർ 3 പേരും കൂടി കൊളാബ് ചെയ്തിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിനർത്ഥം ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തെ കാണേ. ഞാൻ അടിയോളെ ചോപ്പാർ ഇങ്ങനെ ആയിരിക്കണം, കുടുംബണ്ണ കുറെ ഇരിക്കും, ഇത് കുറച്ച് കൂടുതലായിപ്പോയി. ഇനി ഞാനൊരു ചാറ്റ് ഇവിടെ കൊടുക്കാം. അതായത് ഇവരുടെ എന്തോ പ്രോഡക്റ്റ് ഒക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് മെസ്സേജ് അയച്ചപ്പോൾ, എടാ ഞാൻ പാലക്കാടാണല്ലോ, നാളെ ഡിസ്പാച്ച് ചെയ്യാൻ സൺഡേ കിട്ടുന്ന രീതിയിൽ, പക്ഷേ അതിന് എക്സ്ട്രാ ഡെലിവറി ചാർജ് ആവും, റേറ്റ് പറയാമോ? 599 അതിന്റെ പ്രൈസ്, എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് 150. പക്ഷെ ഇതില് ഈ ഒരു ചാറ്റ് കണ്ട, എടാ ഞാൻ പാലക്കാടാണല്ലോ, കണ്ടല്ലോ. അതായത് പാലക്കാടുണ്ട്, ഇവരെല്ലാവരും ഒരു കുടുംബത്തിന്റെ അകത്ത് തൊള്ള കൈയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാകൂ എന്നതാണ് ഈ ചാറ്റിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടാ ഞാൻ പാലക്കാടാണല്ലോ, കണ്ടല്ലോ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതും കണ്ടിട്ട് മുണ്ണകളെ പോലെ ഇരിക്കല്ലേ. ഇനി കുഞ്ചൂസിന്റെ ഒരു പോസ്റ്റ് ഞാൻ വീഡിയോ ഇവിടെ ഒന്ന് കൊടുക്കാം, കാണാം. ചിരിക്കോ, ശരി, ബാക്കിലുണ്ട്. ആരാണ് ടാറ്റ? ഇതാരാ പുതിയ ആള്? ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, സീരിയസ്ലി എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കറിയത്തില്ല. എന്തെല്ലാം എല്ലാവരും ഉണ്ടല്ലോ, സന്തോഷം, വളരെയധികം സന്തോഷം. ടാറ്റ. ആരാ ഈ വണ്ടി ഓടിക്കുന്നേ?
ആ കരിക്ക് വാങ്ങാൻ പോയെന്ന് തോന്നുന്നു. നല്ലതാ. എന്തിനാണ് സംഭവം നോക്കട്ടെ. കൊച്ചു പയ്യൻ പാവം. നല്ല ക്യൂട്ട് പയ്യൻ. ഇതൊക്കെ ആരാടാ ഇതൊക്കെ? എന്തെങ്കിലും ആവട്ടെ, ആരെങ്കിലും ഒക്കെ ആവട്ടെ. എല്ലാവരും കൂടി കാറിൽ സന്തോഷമായിട്ട് യാത്ര പോകുന്നുണ്ടല്ലോ, വളരെയധികം സന്തോഷം. നിങ്ങളിങ്ങനെ എപ്പോഴും ബോണ്ടോടങ്ങിയിരിക്കണം കേട്ടോ. ഇത് നമ്മുടെ സുജിൻ്റെ അമ്മയാണ്. ഓക്കെ ആൻറ്റി, നിങ്ങൾ ഇതിനൊക്കെ കൂട്ടുവയ്ക്കുന്നുണ്ടാ? യോനൊക്കെ ഈ ഉടായ്പ കാണിക്കുമ്പോൾ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? സുജിനുണ്ടല്ലോ ഇവിടെ. ആടാ ചെക്ക, നീ ഉണ്ടായിരുന്നല്ലോടാ കുട്ടാ. അയ്യോ. ഇത് നമ്മുടെ കുഞ്ചൂസാണ്. എല്ലാവരും ഉണ്ടല്ലോ. ഇതെന്താ ആഡാണ്? എന്തൊക്കെയോ ചെയ്യുന്നു. എന്തായാലും കൊള്ളാട്ടെ, കൂടുതലൊന്നും പറയാനില്ല. തേച്ചൊരച്ച് കഴിയും. ചായ കുടി. ഇനി കുറേ ക്ഷീണിക്കാനുള്ളതല്ല, നാട്ടുകാരെ പൂരത്തെറിവുകൾ കിട്ടാൻ പോകുന്നതാണ്. അതുകൊണ്ട് ചായയൊക്കെ കുടിച്ച് സമാധാനത്തിരുന്ന് എല്ലാം കേൾക്കും. ആൻറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, വെറുതെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ഉടായ്പ കണ്ടന്റുകളും കൊണ്ട് വരരുതേ കുട്ടാന്ന് കേട്ടാ. കുഞ്ചൂസേ, എന്തുവാ ചേട്ടൻ ഇങ്ങനത്തെ ഉടായ്പകളൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടിക്കുകയാണ് കുഞ്ചൂസേ ചെയ്യേണ്ടത്? കുഞ്ചൂസേ, ഇതൊക്കെ മോശമല്ലേ? അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒന്നും ആവർത്തിക്കരുത് കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല വീഡിയോ. പയ്യൻ കൊള്ളാമല്ലോ. ഇവിടെ ഇപ്പം ഈ പൈപ്പിൽ നിന്നൊന്നും വെള്ളം വരില്ല കുട്ടാ, അല്ലേ? വെള്ളം വരുമോ? നമ്മുടെ ഇവിടെ ഒന്നും വരാറില്ല. ഈ പൈപ്പ് അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ വെള്ളം വരാറൊന്നുമില്ല. ഓക്കെ. അങ്ങനെ നിങ്ങളെല്ലാവരും ഒന്നിച്ചു അല്ലേ? കുടുംബണ്ണ കുറേ ഇറക്കും. ഇത് കുറച്ച് കൂടുതലായിപ്പോയി. കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കൂടുതലായിപ്പോയി. കൊള്ളാം. ആൻറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും മോനെ, ഇമ്മാതിരി ഉടായിപ്പോട്ട് വരരുത്. നിശ ചേച്ചിയോട് കൂടെ ഞങ്ങൾ, ഈ ഞങ്ങളിൽ എല്ലാവരും ഉണ്ടല്ലോ. പൊന്നൂസ്, കുഞ്ചൂസ്, ഒരു 10 മണിക്കൂർ മുന്നേറ്റ പോസ്റ്റാണ് കേട്ടോ, സ്റ്റോറിയാണ്. ഇതിലെല്ലാവരും ഉണ്ട്. എല്ലാവരും തോളി കെട്ടി ഇരിപ്പുണ്ട്. 10 മിനിറ്റ് മുമ്പേ ആണെങ്കിൽ നിശ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും ഒന്നിച്ച്. അപ്പം നമ്മളാണ് ഇപ്പോൾ വില്ലന്മാരായത്. പൊന്നൂസും ഉണ്ട്, കുഞ്ചൂസും ഉണ്ട്. സന്തോഷം, നന്നായിട്ടിരിക്കട്ടെ. ആയുഷ്മാൻ ഭവ. കുറച്ച് കമന്റ് ഒന്ന് വായിക്കാം. ശുഭ, എന്തേലും കാണിക്കും. ഇവിടെ കത്തിക്കാൻ ഗ്യാസ് ഇല്ല. ഇതൊന്നും എന്റെ പ്രശ്നമല്ല. അതെ, ഇവിടെ ഇപ്പൊ കത്തിക്കാൻ ഗ്യാസ് ഇല്ല. നിങ്ങളുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ടോ ഗൈസ്? ഇവിടെയൊക്കെയും എല്ലായിടത്തും ഷോർട്ടേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കിട്ടാനില്ല. മൂഞ്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇനി എല്ലാവരും മറ്റെന്തോ ഓവനല്ലല്ലോ, വേറൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ കറണ്ടിൽ കത്തിക്കണം. ഈ പേര് കിട്ടുന്നില്ല. ആ സംഭവം വെച്ച് എല്ലാവരും വെച്ചോ. ഇനി വല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അടുപ്പിൽ കത്തിക്കുന്നവർ അടുപ്പിൽ കത്തിക്കുക, അതേ ഉള്ളൂ. ബാക്കിയെല്ലാം തേഞ്ഞുട്ടി. മറ്റേ ഇൻഡക്ഷൻ കുക്കർ. യെസ്, പേര് കിട്ടിയില്ല അണ്ണനെ. ഇനി എല്ലാവരും ഗ്യാസ് ഇല്ലാത്തവർ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഗ്യാസ് ഇല്ലാതെ മുഞ്ചിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ആശ്വാസമായേനെ. ബ്രോ, നിങ്ങളോട് ഒരു മതിപ്പുണ്ടായിരുന്നു, അതിപ്പോ പോയി കിട്ടി. എനിക്ക് പണ്ടേ ഇല്ല ഇവരോട് മതിപ്പ്. ആർക്കടാ ഇത്രയും കാലം മതിപ്പുണ്ടായിരുന്ന? പാത്തുവിന്റെ ചെക്കൻ എനിക്ക് പണ്ടേ മതിപ്പില്ല. നിനക്ക് ഇപ്പോഴാണ് മതിപ്പില്ലാതായത്? മതിപ്പുണ്ടായിരുന്നു. എനിക്ക് പണ്ടേ മതിപ്പില്ല. യോതി കോപ്പില്ല. നിനക്ക് പണ്ട് മതിപ്പുണ്ടായിരുന്നു, ഇപ്പൊ മതിപ്പില്ല. എനിക്ക് പണ്ടേ ഇല്ല. സന്തോഷം. അയ്യോ ബിന്ദു ചേച്ചി, സന്തോഷം എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ പറ്റിച്ചതാണ്, നിങ്ങൾ ഫോളോവേഴ്സിനെ പറ്റിച്ചതാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തവരെ ഒന്നും പറയാനില്ല. നല്ല തീരുമാനം. ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഇതാണ് തുടക്കം. ഇനി എന്തൊക്കെ ഉടായ്പ കാണാൻ കിടക്കുന്നു. ഇത് ആണല്ലേ കുഞ്ചൂസ് ചേച്ചി പറഞ്ഞ സർപ്രൈസ് ഉണ്ടെന്ന്. പിന്നെ കുഞ്ചൂസ് പറഞ്ഞ സർപ്രൈസ് ഇതായിരുന്നു. ഗുഡ് ഡിസിഷൻ. പിന്നെ വളരെ നല്ല കാര്യം. അതാണ് നാളെ നല്ലത്. എനിക്ക് ഇങ്ങനെ വീഡിയോയിലുള്ള പരിചയമേ ഉള്ളൂ. ആ ന്യൂസ് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിരുന്നു. ബട്ട് ഇപ്പോൾ സന്തോഷം തോന്നുന്നു. ആണോ? ആരാടാ അത്? സബാന. സന്തോഷമായല്ലോ, മതി. നിങ്ങളെപ്പോലുള്ള വിഡ്ഢികളാണ് ഇവരുടെയൊക്കെ തുറപ്പിച്ചിട്ട്. അത് തന്നെ വലിയ സന്തോഷം. സ്വന്തം പല്ല് കുത്തി നാട്ടുകാരെ മണപ്പിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്തും. ആരെയൊക്കെ ഇനി മറ്റേ പോസ്റ്റില്ലേ നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ വ്യക്തിപരമായിട്ട് കൊണങ്ങണമെന്നുള്ള അത് സുജിൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കൊളാബ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ്, അവനും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലടാ, വെറും നാട്ടുകാരെ പറ്റിച്ചും കൊണ്ടുള്ള ഉടായ്പ പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ സുജിൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനൊന്ന് കൊടുക്കാം. നിങ്ങളൊന്ന് ആ വീഡിയോ കണ്ടോ. ആ വീഡിയോ തന്നെ ഉണ്ട് കുറെ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിനെ പറയുന്നത് നിതാ സതീശ് എന്ന് പറഞ്ഞവരെ ഞാൻ ഇതുവരെ ഞാൻ എവിടെ വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കും. ഞാൻ ഇതുവരെ വന്നിട്ട് എനിക്ക് പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങൾ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങൾ എനിക്കില്ല. ഓക്കെ, ഞാൻ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോകുന്നത്. മനസ്സിലാക്കണം. സമയം ഇപ്പോൾ 11:17. നമ്മൾ ഇപ്പോഴും എല്ലാവരും പാടില്ല ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കണം. ഞാൻ ഇപ്പോൾ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല. ഇന്നലെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റി കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടോ യുവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് എന്നാണ് മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ?
അതായത് നിദ സതീഷ് എന്ന് പറയുന്ന അവർ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ ഞാനത് ചോദിക്കണം. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ്. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങൾ മുന്നിൽ എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് ഇട്ടിട്ടില്ല. ഇപ്പോൾ ഓള് ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോട് ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴായിട്ട് നിങ്ങളെ മുന്നിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. ഇത് പറഞ്ഞ നമ്മൾ എത്തിച്ചത് ഈ അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ മീൻസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നറിയോ? അത് അവൾ കാരണം അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറി കാര്യങ്ങളും സൈഡ് ആക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവൾ പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ കാര്യം അറിഞ്ഞത്. നാട്ടുകാർ കാര്യം അറിയാൻ കാരണം അതാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനൊരു സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അവളെ എന്നെ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആൾക്കാർക്ക് അറിയാൻ പറ്റും. എന്ത് ഇപ്പൊ ഞാൻ സ്റ്റോറി ഇട്ടുണ്ടപ്പോൾ അതുപോലെ കാണിച്ചു തരാം. എനിക്ക് വരുന്ന മെസ്സേജ് കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ. ഞങ്ങൾക്ക് വായിച്ചു തരാം. സത്യം പുള്ളിക്കാരിയും കുഞ്ചുസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജിൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ എന്തിനാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താണത്? ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ നടക്കാൻ ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു. അതിൽ ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ വീഡിയോ കാണിക്കാം. ഈ വീഡിയോ എഡിറ്റിംഗ് കാര്യം ഒന്നും പറഞ്ഞാൽ ഈ കമന്റ്സ് ഇപ്പോൾ ഞാൻ കണ്ടത്. ഇപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ സംഗതി കാര്യം ഒന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ വീഡിയോയുടെ കമന്റ് കാര്യം ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞത് കുറെ ആൾക്കാർക്ക് വിചാരമുണ്ട് ഓൾ കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളാക്കി കഴിഞ്ഞാലും ശരി ഓളെ ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലേക്ക് എന്റെ അമ്മേനെ വലിച്ചിടണ്ട. ഞാൻ ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണൽ ആയിട്ട് കുറച്ച് സംഗതികളെല്ലാം പാടെ ഇടുമ്പോൾ ഓൾ എന്തോ വലിയ ഇതാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നത്. ഞാൻ ഓളൊരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ ഓളടുത്ത് പല വട്ടവും ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഈ ഇമോഷണൽ ആയിട്ട് സംഗതി. അപ്പോൾ പറയുന്നത് ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിൽ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റി കമന്റ് വന്നപ്പോൾ അത് ഓൾക്ക് ഡിലീറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ ഓൾ ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അതിന് അതിൽ എന്റെ പെങ്ങളെ എനിക്ക് കമന്റ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ആരും കമന്റ് ചെയ്തതെന്ന്. അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഓൾ അതിന് ഇതാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും പറയുന്ന കാര്യം, നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ഓളെ മോശക്കാരിയാക്കണില്ല, തെറ്റുകാരിയാക്കണില്ല, എന്നെ ഓളും ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്കായിരിക്കും കാര്യം എന്താണെന്ന് അറിയാതെ വീട്ടിലുള്ള ആൾക്കാരെ പണ്ട് ഓരോ പറയുന്നത്. ഇപ്പോൾ അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. എനിക്കിന്റെ കുട്ടികളെ വേണം, എനിക്കിന്റെ കുട്ടികളിലാണ് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കൊന്നും അറിയാം. പക്ഷെ നമുക്കെന്നറിയോ ഓക്കെ, അപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്കും അങ്ങനെ ഇതാക്കാനും എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അറിയോ, നമ്മൾ ഇത്തിരി 5-6 കൊല്ലം ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് പിരിയാണെന്ന് നമുക്ക് ഇതാക്കും. അത് നമ്മൾ സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല. അത് ഞങ്ങൾ രണ്ടാളും പാടെ പൂർണ്ണ തീരുമാനത്തോട് കൂടി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഓളത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളിട്ട് ഓൾ ചെയ്യുന്നത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ എന്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കാണുമ്പോൾ ഓൾക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് ഇതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനോ എന്തെങ്കിലും പറയാനോ എനിക്ക് യാതൊരു താല്പര്യവും എനിക്കില്ല. മനസ്സിലായല്ലോ? ആൾക്കാർ എനിക്കറിയാം, കണ്ടോണ്ട് നല്ല ചാവുമ്പോൾ കൈയോട്ട് ശരിക്കും കുറെ ആൾക്കാരുണ്ടായിരിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ ഓൾറെഡി 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ആൾക്കാരെ മുന്നിൽ കൊടുക്കാൻ നിൽക്കണ്ട. നമ്മൾ ന്യൂസാണ്. ആൾക്കാർക്ക് അത് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും കൂടി നാളെ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്നത് അറിയാം. അതൊക്കെ കണ്ടന്റ് ആണ്. ഒരു പെൺകുട്ടി വന്നിരുന്ന് കരഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അവളെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞതാക്കാൻ ഉല്ലസിച്ച് നടക്കാനും അതിനെപ്പറ്റി പോസിറ്റീവായിട്ട് കമന്റ് ഇതാക്കാനും കുറെ ആൾക്കാരുണ്ട്. മറ്റേ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞുള്ളത് ഇട്ടപ്പോൾ അവൾക്ക് 5,000 ഫോളോസ് ഒക്കെ കയറി. ആൾക്കാരെന്താ സത്യം എന്താ അറിയാത്തത്? അപ്പൊ ഞാൻ പറയാണ്, എന്റെ അമ്മയെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യണ്ട. ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് അതിനെപ്പറ്റി മുന്നിൽ പോകാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നി. അപ്പൊ ഞങ്ങളവിടെ പിരിയാൻ തീരുമാനം എടുത്തു. അപ്പൊ അതിൽ കയറിയിട്ട് ആൾക്കാരോട് കമന്റ് ചെയ്യുമ്പോൾ അവൾക്ക് അവിടെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മയെ പറ്റി വീഡിയോ ചെയ്തത്. ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി ഇനി പറയാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് കാറ്റ എനിക്ക് ഇതിന്റെ ഇടയിൽ ഈ കമന്റ് പോകാൻ നിങ്ങൾക്ക് എന്ത് വാങ്ങി പറഞ്ഞോ. ഇനി ഇതിനെ പറ്റി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പൊ ഞാൻ പറയാണ്, ഓളെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കണ്ടേ. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഓളെടുത്ത് പോയിട്ട് കമന്റ് ചെയ്ത് പറയും, ഇമോഷണൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. ടാറ്റ. കേട്ടല്ലോ, എന്ത് മാത്രം തിളപ്പായിരുന്നു. ഇത് മാത്രമല്ല, ഇനുമ്പന്റെ 2 തിളപ്പൂടി തിളച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ ഒന്നിച്ചിരിക്കുകയാണ്. എന്തോന്നടേ ഇപ്പൊ എങ്ങനെ ഇരിക്കുകയാണ്? ഇനി ഇവരുടെ കാര്യം ഇതാണ് അവസ്ഥ. ഞാനൊരു കാര്യം പറയാം, ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ അത് മൊത്തത്തിലാണ്. എന്തിനാടാ വീട്ടിൽ നടക്കണം തൂറിയ കാര്യങ്ങൾ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നത്? ഇമാതിരി തീട്ട കേസുകൾ എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത്? നിനക്കൊന്നും വെളിയിറങ്ങി നടക്കുമ്പോൾ ഒരു ഉളുപ്പൊന്നുമില്ലാണ്. ഞാൻ സീരിയസ്ലി ചോദിക്കുകയാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നം, വീട്ടിനകത്ത് ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കുന്നു. വേറെ ചില ഫാമിലി വ്ളോഗേഴ്സ് നടക്കുന്നു, അതുപോലെ എടുത്ത് ഇടുന്നു. നിങ്ങൾക്കൊന്നും ഉളുപ്പ് തോന്നുന്നില്ലേ? പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു തൊലിക്കെട്ടി എങ്ങനെയാണ് കിട്ടുന്നത്? എനിക്കൊന്ന് പറഞ്ഞില്ല. എനിക്കും ചെയ്യാൻ സത്യം സീരിയസ്ലി ആ തൊലിക്കെട്ടിയുടെ ഒരു കട്ടിത്തം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു. ഇതും അപാര തൊലിക്കെട്ടിയാണ്, ഒന്നും പറയാനില്ല. ഇതല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യട്ടെ. ഞാൻ കണ്ട് കേട്ട് അടുത്തുള്ള കാര്യം പറയില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.